10th മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, സർക്കിളിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചല്ലേ നമ്മൾ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്? സെൻറ്റർ ഓഫ് എ സർക്കിൾ പഠിച്ചു, റേഡിയസ് പഠിച്ചു, ഡയമീറ്റർ, ആർക്ക്, സെൻറ്റർ ആംഗിൾ എന്താണെന്ന് പഠിച്ചു, സെഗ്മെൻ്റ് എന്താണെന്ന് പഠിച്ചു, സെൻറ്റർ ആംഗിളും സെഗ്മെൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ സെൻറ്റർ ആംഗിളും സെയിം സെഗ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചല്ലേ. സെൻറ്റർ ആംഗിളും സെയിം സെഗ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അത് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതാ ഒന്നാമത്തെ ഫിഗർ നോക്കിയേ. ഇതിൽ നമ്മൾ ദാണ്ട് ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ACB എന്ന് പറയുന്ന ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഈ AOB എന്ന് പറയുന്നത് എന്ത് ആംഗിളാണ്? ഒരു സെൻറ്റർ ആംഗിൾ അല്ലേ. സെൻറ്റർ ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? AB എന്ന് പറയുന്ന ആർക്ക് O എന്ന സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് സെൻറ്റർ ആംഗിൾ. ഓക്കെ, ഇവിടെ സെൻറ്റർ ആംഗിൾ തന്നിട്ടില്ലേ. അപ്പം ആംഗിൾ AOB = 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ AB എന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആർക്കല്ലേ ഇവിടെ കഴുതുന്നത്. ആ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ആംഗിളിൻ്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. പഠിച്ചിട്ടില്ലേ നമ്മൾ? അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ അല്ലേ ഈ ACB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB എന്തെന്ന് വരും? ACB = 30/2 എന്ന് വരും. = 15 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായോ? ഓക്കെ, സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടെ വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ആർക്കിൽ വരുന്ന ഏത് ആംഗിൾ വരച്ചാലും എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. അടുത്ത നോക്കിയേ, ഫിഗർ 2 നോക്കിയാണോ. അപ്പോൾ ഈ AOB എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ AOB = 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. AOB എന്താണ്? ഒരു സെൻറ്റർ ആംഗിൾ അല്ലേ. AB എന്ന് പറയുന്ന ആർക്ക് സെൻറ്റർ OUമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60 ഡിഗ്രി. ഓക്കെ, അപ്പം ഈ AB എന്ന് പറയുന്ന ആർക്കിൻ്റെ പാർട്ട് ഇത്രയല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആർക്കിൻ്റെ പാർട്ട് ഏതാ? ഇത്രയും ഭാഗമല്ലേ. അപ്പോൾ ഈ സെൻറ്റർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിൽ വരുന്ന ഒരു ആംഗിൾ അല്ലേ ആംഗിൾ C എന്ന് പറയുന്നത്. ACB എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ അല്ലേ ആണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 60 ആണെങ്കിൽ ആംഗിൾ ACB എന്തെന്ന് വരും? ACB = എന്ത് വരും? 30 ഡിഗ്രി എന്ന് വരും. ഇങ്ങനെ ഒരു 60/2 = 30 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായോ? ഫിഗർ മൂന്നാമത്തെ ഫിഗർ നോക്കിയേ. ഇവിടെ ADB 60 ഡിഗ്രിയും തന്നേക്കുന്നു. ഓക്കെ, നമ്മുടെ സെൻറ്റർ ആംഗിൾ ഇവിടെ തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതല്ലേ സെൻറ്റർ ആംഗിൾ. AB എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിൾ. സെൻറ്റർ ആംഗിൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ ഹാഫ് ഇത് എഴുതായിരുന്നു അല്ലേ. അപ്പോൾ സെൻറ്റർ ആംഗിൾ നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സെൻറ്റർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ അല്ലേ ഹാഫ് വരുന്നത്. അപ്പോൾ സെൻറ്റർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളും സെൻറ്റർ ആംഗിൾ അല്ലെങ്കിൽ സെയിം ആർക്കിൽ വരുന്ന ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ 60യും ഇവിടുത്തെ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ്? തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടും അല്ലേ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ADB + ആംഗിൾ ACB = എന്താണ്? 180 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഏതുണ്ട്? ആംഗിൾ ADB നമ്മുടെ കയ്യിലില്ലേ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADBക്ക് 60 എന്ന് കൊടുത്തൂടെ. 60 + ആംഗിൾ ACB = 180. ആംഗിൾ ACB അല്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ആംഗിൾ ACB = 180 - 60 = 120 എന്ന് വന്നു. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി.
ഓക്കെ, അടുത്ത നാലാമത്തെ ഫിഗർ നോക്കിയേ. അപ്പം AOB ഇല്ല അല്ലേ, നമ്മുടെ സെൻറ്റർ ആംഗിൾ ഇവിടെ ഇല്ല. അപ്പം ACB തന്നിട്ടുണ്ട്. നമുക്കറിയാം സെൻറ്റർ ആംഗിളും ACB തമ്മിലുള്ള ബന്ധം എന്താ? സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫാണ് ACB വരുന്നത്. അപ്പോൾ സെൻറ്റർ ആംഗിൾ എത്ര വരും? 110 ആണ് ACB എന്ന് പറഞ്ഞു. അപ്പോൾ സെൻറ്റർ ആംഗിൾ എന്ത് വരും? 220 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കണമെന്നില്ല. നമുക്കെന്താണ്, ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾസ് എല്ലാം സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫാണെന്ന് അറിഞ്ഞൂടെ. അപ്പം ഈ ACBയും ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളാണ്, അതുപോലെ തന്നെ ADBയും ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ അത് രണ്ട് സെയിം അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്? 110 എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പോൾ ആംഗിൾ ACB is equal to 110. Therefore, angle ADB is equal to 110 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അടുത്ത ഫിഗർ നോക്കിയേ. ഇതിനകത്ത് നമ്മൾ ആംഗിൾ ADB ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ സെൻറ്റർ ആംഗിൾ ഞാൻ വരച്ചിട്ട് പോലുമില്ല. സെൻറ്റർ ആംഗിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സെൻറ്റർ ആംഗിൾ കണ്ടുപിടിക്കാം, സെൻറ്റർ ആംഗിൾ കണ്ടുപിടിക്കാതെ ഇത് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം ഈ ആംഗിൾ ACBയും ആംഗിൾ ADBയും തമ്മിലുള്ള ബന്ധം എന്താ? ഈ AB എന്ന ആർക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ ACB. ഓക്കെ, അതേ ആർക്കിൽ വരുന്ന ആംഗിളാണ് ADB. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്താ? ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB ഈസ് ഈക്വൽ ടു 180 അല്ലേ? ആണ്. അപ്പോഴും നമുക്ക് ഇങ്ങനെ എഴുതാൻ, ACB നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട്. അപ്പോൾ 140 പ്ലസ് ആംഗിൾ ADB ഈസ് ഈക്വൽ ടു 180. ആംഗിൾ ADB ഈസ് ഈക്വൽ ടു 180 മൈനസ് 140 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. മനസ്സിലായോ? അടുത്ത ആറാമത്തെ ഫിഗർ നോക്കിയേ. അപ്പം നമ്മളിവിടെ ആംഗിൾ ACB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മുടെ സെൻറ്റർ ആംഗിൾ ഇവിടെ ഉണ്ടോ? സെൻറ്റർ ആംഗിൾ ഇല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യും? നമുക്കറിയാം ഇവിടെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്നറിയാം, 360 ആണെന്ന് അറിഞ്ഞൂടെ? അറിയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സെൻറ്റർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ടോട്ടൽ ആംഗിൾ 360 ആണെങ്കിൽ AOB is equal to എങ്ങനെ എഴുതാം? 360 മൈനസ് 120 എന്ന് എഴുതി കൂടെ. 360 എന്ന് 120 മൈനസ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടൂലേ, സെൻറ്റർ ആംഗിൾ കിട്ടൂലേ? ഈസ് ഈക്വൽ ടു എത്ര വരും? 240 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ സെൻറ്റർ ആംഗിൾ നമ്മൾ 240 എന്ന് വന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ACB കണ്ടുപിടിച്ചൂടെ? ഇതിൻ്റെ ഹാഫ് വരൂലേ? ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അടുത്ത 7th ഫിഗർ നോക്കിയേ. അപ്പം ആംഗിൾ AOB സെൻറ്റർ ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നേക്കുന്നു. സെൻറ്റർ ആംഗിൾ ആണല്ലേ ഇത്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ACB കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്ക്, ACB വരുമ്പം AB എന്ന സെയിം ആർക്കിൽ വരുന്ന ആംഗിൾ അല്ലേ. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താണ്, ഇവിടെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ 180 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആർക്കിലോട്ടുള്ള ആംഗിൾ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തന്നില്ലായിരുന്നോ? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കൂലേ ഇവിടെ വരുന്നത്? നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ടോട്ടൽ എത്ര വരും? 360 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടുത്തെ ആംഗിൾ എന്ത് വരും? 360 മൈനസ് 60 വരുമ്പോൾ 300 വരും. ഓക്കെ, ഇവിടെ 300 ഒരു അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിൾ വരുന്നത്, അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് വരും. ഓക്കെ, ഇത് 300 ആണെങ്കിൽ ഇത് എത്ര വരും? 150 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. അടുത്ത ഫിഗർ നോക്കിയേ. ആംഗിൾ AOB ഇല്ലല്ലേ, നമ്മുടെ കയ്യിൽ സെൻറ്റർ ആംഗിൾ ഇല്ല. ആംഗിൾ ACB പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പം ആംഗിൾ ACB എന്ന് വെച്ചാൽ അടപ്പുണക്കത്തെ ആംഗിൾ അല്ലേ. മനസ്സിലാവാനാണ് ഇങ്ങനെ അടപ്പുണക്കത്തെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ആംഗിൾ ACB എന്താണ്? അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിളാണ്. അപ്പോഴിവിടെ ഈ ആംഗിളാണോ അതിൻ്റെ ഹാഫ് വരുന്നത്? അല്ലല്ല, ഹാഫിലല്ല, ഇരട്ടി വരുന്നത് അല്ലേ, 2 മടങ്ങ് വരുന്നത് ഈ ആംഗിളാണോ? അല്ല, ഇത് ചന്ദ്രകല പോലെ ഇരിക്കുന്ന ആംഗിളാണല്ലേ. അപ്പം അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിൾ ഇവിടെ അല്ലേ വരുന്നത്? ആണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായ
100 അല്ലേ ഈ ആംഗിൾ വരുന്നത്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഇവിടുത്തെ സെൻറ്റർ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗിൾ AOB എന്ത് വരും? നമുക്കറിയാം ടോട്ടൽ 360 അല്ലേ. അങ്ങനെ ആംഗിൾ AOB എന്തെന്ന് വരും? 360 മൈനസ് 100 ഈസ് ഈക്വൽ ടു 260 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായോ? അടുത്ത ഫിഗർ നോക്കിയടാ. അപ്പം ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 170 ഡിഗ്രി എന്ന് തന്നു. എന്താണ്? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 170 ഡിഗ്രി എന്ന് തന്നു. അപ്പോൾ ഇത് 170 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 170യുടെ ഹാഫ് വരൂലേ? അപ്പോൾ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 170/2 ഈസ് ഈക്വൽ ടു 85 അല്ലേ. 85 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ആംഗിൾ ACB 85 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നോക്കണേ, ഇതിപ്പോൾ 170 ഡിഗ്രി അല്ലേ. ഇപ്പോൾ B എന്ന പോയിന്റ് ഇവിടെയും A എന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആംഗിൾ വരത്തില്ലയോ? അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ വരുന്ന ആംഗിൾ നമ്മൾ എന്തോ പറയുന്നത്? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയൂലേ. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആംഗിൾ, വേറെ ഒന്നുമില്ല, ഈ ആംഗിളിനെ ഇച്ചിരി വലുതാക്കി അത്ര ചെയ്തോളൂ. അപ്പോൾ ഇത് 180 അല്ലേ. 180 ആണെങ്കിൽ ആംഗിൾ ACB എന്തെന്ന് വരും? 180യുടെ ഹാഫ് വരും, 90 ഡിഗ്രി എന്ന് തോന്നുന്നു. ഈ ACB ഈ പാർട്ട് നമ്മൾ നോക്കിയാൽ ഇതൊരു സെമി സർക്കിൾ അല്ലേ. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ നോക്കിയെടുത്താണ്ട് ഈ ഒരു ഭാഗം AB എന്ന ഭാഗം വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു സെമി സർക്കിൾ കിട്ടൂലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെമി സർക്കിളിൻ്റെ ഇവിടുത്തെ ഈ സെൻറ്റർ ആംഗിൾ എപ്പോഴും 180 അല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ആംഗിൾസ് നമുക്കൊന്ന് വരച്ച് വയ്ക്കാമല്ലോ. അപ്പം ഈ സെമി സർക്കിളിൽ നിന്ന് ഉണ്ടാവുന്ന ആംഗിൾസ് എല്ലാം എന്താണ്? 90 ഡിഗ്രി എന്ന് എങ്ങനെയാണെന്ന് വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇവിടെ വരുന്ന ആംഗിൾ 180 വരും. അപ്പോൾ ഈ സെമി സർക്കിളിൽ നമ്മൾ എത്ര ആംഗിൾ വരച്ചാലും അതിൻ്റെ എല്ലാം വാല്യൂ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ത് വരും? 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി. ഇനി എത്ര ആംഗിൾ വരച്ചാലും എന്ത് വരും? 90 ഡിഗ്രി വരും അല്ലേ. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ അല്ലേ. ഈസ് എ റൈറ്റ് ആംഗിൾ. നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചല്ലേ. ഒരു സെമി സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? 90 ഡിഗ്രിയേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം നമുക്ക് പേജ് നമ്പർ 36 എക്സസൈസും ചെയ്തു നോക്കിയാലോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അല്ലെങ്കിൽ പാർട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഈ ഒരു ആംഗിൾ 40 ഡിഗ്രിയും തന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇപ്പം ഞാനിവിടെ ആംഗിളിന് പേരൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ACB എന്ന് പറഞ്ഞ ആംഗിളാണ് 40 ഡിഗ്രിയും തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ AB എന്ന ആർക്ക് ഇതിൻ്റെ എത്ര, ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണെന്നോ അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന എന്താ? ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം എന്താ? ഫ്രാക്ഷൻ ഓഫ് എ ആർക്ക് എന്താണ്? ഫ്രാക്ഷൻ ഓഫ് എ അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ ആർക്ക് അല്ലേ. ഫ്രാക്ഷൻ ഓഫ് എ ആർക്ക് അല്ലേ. ആർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? സെൻറ്റർ ആംഗിൾ അല്ലേ. സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഇത് പഠിച്ചു അല്ലേ. ഇവിടെ സെൻറ്റർ ആംഗിൾ നമ്മളതിലുണ്ടോ?
ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളിവിടെ സെൻറ്റർ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് ഇങ്ങനെ സെൻറ്റർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സെൻറ്റർ ആംഗിൾ ഇവിടെ ഇല്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ സെൻറ്റർ ആംഗിൾ എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സെൻറ്റർ ആംഗിൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ആംഗിൾ നമ്മൾ വരച്ചില്ലേ, അപ്പം അതിന് സെൻറ്ററിന് ഞാൻ ഒ എന്ന് പേര് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഒ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇവിടെയുള്ള ആംഗിളിൻ്റെ ഇരട്ടിയാണ് സെൻറ്റർ ആംഗിൾ വരുന്നത്, നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 80 ഡിഗ്രി എന്ന് വരൂലേ. അപ്പം ആംഗിൾ എ ഒ ബി എന്താണ്? ആംഗിൾ എ ഒ ബി എന്താണ്? ആംഗിൾ എ ഒ ബി എന്താണ്? സെൻറ്റർ ആംഗിൾ ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു എന്താണ്? 2 × 40 ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 80 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ എത്രയാ? 360 അല്ലേ. 0 0 കട്ട് 8/36 വരുമ്പോൾ 2/9 എന്ന് വന്നു. ഓക്കെ, ഇതാണ് ഫ്രാക്ഷൻ. മനസ്സിലായോ? ഈ എ ബി എന്ന ആർക്കിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ, എ ബിയുടെ ഫ്രാക്ഷൻ 2/9. മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ദ കോർണർ ഓഫ് എ ബെൻഡ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ 1/10 ഓഫ് ദ സർക്കിൾ വാസ് കണ്ടെയ്ൻഡ് വിത്തിൻ ഇറ്റ്. If the corner of this wire is placed on a point of the circle as in the second picture, what fraction of the circle would it contain? What if it is placed at a point on another circle as in the third picture? എന്താ പറഞ്ഞിരിക്കുന്നത്? When the corner of the bent wire was placed at the center of the circle. എന്താണ്? നമ്മളൊരു വയർ ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് ഈ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചു. അതിനെവിടെ വെച്ചു? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ആ ബെൻഡ് ചെയ്ത് ആ ഒരു പോയിൻ്റ് ഉണ്ടോ, കോർണർ ഉണ്ടല്ലോ, അതിൻ്റെ ആ മൂലഭാഗം സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? 1/10 ഓഫ് ദ സർക്കിൾ വാസ് കണ്ടെയ്ൻഡ് വിത്തിൻ ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെൻറ്ററിൽ വെച്ചില്ലേ ഇതിൻ്റെ കോർണർ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ വയറിനകത്ത് സർക്കിളിൻ്റെ 1/10 ഭാഗം അകത്തായി, ആ വയറിൻ്റെ അകത്തായി. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഭാഗം എന്താണ്? 1/10 ഭാഗം ഈ വയറിൻ്റെ അകത്തായി. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ കോർണർ ഓഫ് ദിസ് വയർ വാസ് പ്ലേസ്ഡ് ഓൺ എ പോയിന്റ് ഓഫ് ദി സർക്കിൾ ആസ് ദ സെക്കൻഡ് പിക്ചർ. അതിനുശേഷം നമ്മൾ എന്തോ ചെയ്തു? ഈ കോർണറിനെ എന്താണ് നീക്കി കൊണ്ടുവന്നു സർക്കിളിൻ്റെ വേറൊരു പോയിന്റിലോട്ട് കൊണ്ടുവന്നു. ഇത് ആദ്യം സെൻറ്ററിലാണ് വെച്ചത്. അപ്പോഴുള്ള പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വെച്ചാൽ 1/10 ആയിരുന്നു. ഇതിനെ നീക്കി കൊണ്ടുവന്നു, ഇതിനെ സർക്കിളിൻ്റെ വേറൊരു പോയിന്റിൽ ഓപ്പോസിറ്റ് പോയിന്റിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഫ്രാക്ഷൻ നമ്മൾ കണ്ടെത്തണം. പിന്നെന്താ ബാക്കി പറഞ്ഞേക്കുന്നത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സെയിം, അതാണ് ചോദിച്ചേക്കുന്നത്. ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. വാട്ട് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഓൺ അനദർ സർക്കിൾ ആസ് ഇൻ ദ പിക്ചർ. ഇതേപോലെ തന്നെ വേറൊരു സർക്കിൾ എന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ല, ഒരു ചെറിയ സർക്കിളാണിത് അല്ലേ. ഒരു ചെറിയ സർക്കിൾ ഇതേ ഫോമിൽ കൊണ്ടുവച്ചാൽ ഇവിടുത്തെ ഫ്രാക്ഷൻ എന്താണ് അല്ലെങ്കിൽ പാർട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് പതുക്കെ ചെയ്തു നോക്കിയാലോ. ഓക്കെ, ഫിഗർ 1 ഒന്ന് നോക്കിയേ. അപ്പം ഞാനിവിടെ ഈ ഫിഗറിൻ്റെ പേരൊക്കെ കിട്ടും കേട്ടോ. അപ്പം എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻറ്റർ ആംഗിൾ ആണ് ഇതിൻ്റെ അല്ലേ. അപ്പം 1/10 പാർട്ടാണ് ഇതിനെ ഈ സർക്കിളിനകത്ത് ഈ വയറിനകത്ത് പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്റർ ആംഗിൾ പാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഫ്രാക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെൻറ്റർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെൻറ്റർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാർട്ട് ഇൻറ്റു 360 ചെയ്താൽ മതി അല്ലേ. എങ്കിൽ പാർട്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1/10 അല്ലേ. 1/10 ഇൻറ്റു 360 ഈസ് ഈക്വൽ ടു 0 0 കട്ട് 36 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താണ്?
36 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ ഫിഗറിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ രണ്ടാമത്തെ ഫിഗറിലും ഇവിടുത്തെ പാർട്ട് കണ്ടുപിടിക്കണം, മൂന്നാമത്തെ ഫിഗറിലും പാർട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ 360 എന്ന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 360 അല്ലേ നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഇരുന്ന 360നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആംഗിൾ മാറുമോ? ഇല്ല. ഇതെന്താണ്? 360 തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ സെൻറ്റർ ആംഗിളായിട്ടാണ് ഇത് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് സെൻറ്റർ ആംഗിളായിട്ടല്ല ഇരിക്കുന്നത്. എന്തായിട്ടാണ് ഇരിക്കുന്നത്? ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഒരു ആംഗിളായിട്ടാണ് ഇരിക്കുന്നത്. എ ബി എന്നുള്ള ആർക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഒരു ആംഗിളായിട്ടാണ് ഇപ്പോൾ 36 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ നമുക്ക് ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റർ ആംഗിൾ എന്ത് കിട്ടും? ഈ 36ൻ്റെ ഇരട്ടി വരൂലേ? ഇപ്പോൾ 72 ഡിഗ്രി എന്ന് വരൂലേ സെൻറ്റർ ആംഗിള്? ഓക്കെ, അപ്പം ഈ ഫിഗർ 2ൽ സെൻറ്റർ ആംഗിൾ എന്താണ്? ഇവിടെ ഞാൻ സി എന്ന് കൊടുക്കുവാണെങ്കിൽ എന്താണ്? ACB ഈസ് ഈക്വൽ ടു എന്ത് വരും? 36 × 2 ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് വന്നു. നമുക്ക് എന്താ ഇതിൽ കണ്ടുപിടിക്കണ്ടേ? പാർട്ടാണ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ? ഫ്രാക്ഷൻ ഓഫ് എ ആർക്ക് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെൻറ്റർ ആംഗിൾ അല്ലേ? സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ. ഓക്കെ, ഈസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ നമ്മളിവിടെ എത്രയാണ് കണ്ടുപിടിച്ചേക്കുന്നത്? 72 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു എന്ത് വരും? 72 × 5 വരും അല്ലേ? അപ്പോൾ 1/5 എന്ന് വന്നു. അപ്പോൾ ഈ പാർട്ട് എന്തെന്ന് കിട്ടി നമുക്ക്? 1/5 ആണെന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായോ? അടുത്ത തേർഡ് ഫിഗർ നോക്കിയേ. ഇതേപോലെ തന്നെ എന്താണ്? 36 ആംഗിൾ തന്നെയാണ് നീക്കി നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെന്താണ്? 36 ആണ്. ഒരു വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളത്? ഇതൊരു വലിയ സർക്കിളും ഇതൊരു ചെറിയ സർക്കിളും ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ത് വരും? 72 ഡിഗ്രി തന്നെ വരും. ഓക്കെ, ഇത് 72 ഡിഗ്രി വന്ന പാർട്ട് എന്ത് തന്നെ വരും? 1/5 തന്നെ വരും. അപ്പം നമുക്കൊന്ന് ചെയ്ത് കാണിക്കണം. അപ്പോഴെന്താണ്? ഇത് നമ്മൾ സി എന്ന് കൊടുക്കുവാണെങ്കിൽ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു എന്താണ്? 2 × 36 ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? 72 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു 1/5 എന്ന് വന്നു. ഓക്കെ, മനസ്സിലായി? സിമ്പിൾ അല്ലേ സംഭവം? ഇപ്പോൾ പേജ് നമ്പർ 36-ലെ 2 എക്സസൈസ് ഉള്ളായിരുന്നു. 2 നമ്മൾ ചെയ്തില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 41-ൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, പേജ് നമ്പർ 41-ലെ ക്വസ്റ്റ്യൻ ആണ്. In each picture below, the center angle of an arc of a circle is shown. In each, calculate the angles which the arc makes at the other 2 points. ഓക്കെ, ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ഭാഗത്തെ ആംഗിൾ നമ്മൾ കണ്ടെത്തണം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയാലോ? അപ്പോൾ ഇവിടെ എന്താ ഫിഗർ 1-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സെൻറ്റർ ആംഗിൾ നമുക്ക് തന്നല്ലേ. അപ്പോൾ ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 100 എന്ന് തന്നേക്കുന്നു. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ ACBയും കണ്ടുപിടിക്കണം, ആംഗിൾ ADBയും കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ ACB എങ്ങനെ കണ്ടുപിടിക്കാം? ACB ഈസ് ഈക്വൽ ടു ഇതേ മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. ആംഗിൾ ACB എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, ഇത് 100 ആണെങ്കിൽ ആംഗിൾ ACB ഇതിൻ്റെ ഹാഫ് വരുമല്ലേ? 50 ഡിഗ്രി. ഇനി വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? വരും അല്ലേ? ഇതിൻ്റെ ഹാഫ് വരും നമുക്ക് അറിഞ്ഞൂടെ? അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ആംഗിൾ ADB എന്തെന്ന് വരും? ADB ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? നമുക്കറിയാം, ഇവിടെ കിട്ടുന്ന ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടെ സം എന്ത് വരും? 180 വരും നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADB എങ്ങനെ എഴുതാൻ പറ്റും? 180 ഈ ആംഗിൾ ACB കുറച്ചാൽ പോരെ? 180 - 50 ഈസ് ഈക്വൽ ടു എന്ത് വരും? 130 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾ കണ്ടുപിടിച്ചിടെ ഇത് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇത്
ഇത് 50 ഡിഗ്രി എന്ന് കിട്ടി, ഇത് 130 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത ഫിഗർ നോക്കിയേ. സെൻറ്റർ ആംഗിൾ നമ്മുടെ കയ്യിലില്ല. പിന്നെ ഏത് ആംഗിളാണ് ഉള്ളത്? സെൻറ്റർ ആംഗിളിൻ്റെ ബാക്കി ബാലൻസ് ആംഗിൾ എളുപ്പമുണ്ടല്ലേ? ഇത് വേണമെങ്കിൽ സെൻറ്റർ ആംഗിൾ എന്ന് പറയാം കേട്ടോ. തിരിച്ച് ചിന്തിക്കുവാണെങ്കിൽ അത് സെൻറ്റർ ആംഗിൾ തന്നെയാണ്, കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നില്ല. അപ്പോൾ ഇത് 240 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ഇവിടെ വരും, അടപ്പ് പോലെ ഇരിക്കുന്ന ആംഗിൾ വരുമെന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 240 ആണെങ്കിൽ ഇതെന്തോ വരും? 120 ഡിഗ്രി എന്ന് വരൂലേ? അപ്പം ആംഗിൾ ADB ഈസ് ഈക്വൽ ടു 240/2 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, ഇത് 120 വരുവാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ADB പ്ലസ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180 ആണ് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ACB ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ADB എന്താണ്? 120 ഈസ് ഈക്വൽ ടു എന്ത് വരും? 60 ഡിഗ്രി എന്ന് വന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്രയും മതിയേ. ഇനി അടുത്ത എക്സസൈസും അടുത്ത കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.